കൊച്ചിയിലേക്ക് പോകാം. അവിടെ മുഹമ്മദ് റഫീഖ് കൂടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഫീഖ്, ഏതെങ്കിലും പെട്രോൾ പമ്പിലാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊതുവെ ഇപ്പോൾ ഇതാ രാവിലെ ഈ വാർത്ത പുറത്ത് വരുന്നതേയുള്ളൂ. ആളുകളുടെ ഒരു പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? എങ്ങനെ പ്രതികരിക്കുന്നു ആളുകൾ എന്നൊക്കെ അറിയാനൊരു കൗതുകം കൂടി ഉണ്ട്. ജിൻസി, ഞാനിപ്പോൾ എറണാകുളത്തെ പെട്രോൾ പമ്പിലാണ് ഉള്ളത്. ആളുകൾ രാവിലെ വില കൂടിയത് അറിയാതെയാണ് പമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പമ്പിലെത്തിയതിനു ശേഷം മാത്രം വില നോക്കുമ്പോഴാണ് വില കൂടിയതായിട്ട് അറിയുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ പെട്രോൾ വില 1 ലിറ്ററിന് 108 രൂപ 74 പൈസയും ഡീസലിന് 97 രൂപ 61 പൈസയുമാണ്. പെട്രോൾ അടിക്കാനെത്തിയ ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിൻസി, പെട്രോൾ പെട്ടെന്ന് രാവിലെ കൂടുന്നത്. അതെ, ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത്. എന്നാലും ഇന്നാണ് കൂടിയേക്കുന്നത്. ലോകരാജ്യങ്ങളിൽ 20% മുതൽ 80% കൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഇന്നാണ് കൂടുന്നത് വെച്ചാൽ നമ്മൾ സഹിച്ചേ പറ്റൂ. കാര്യം യുദ്ധം നടക്കുന്നതുകൊണ്ട് ഓൾമോസ്റ്റിന് ഈ പാചകവാതകവും പിന്നെ പെട്രോള് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലൊക്കെ വരാൻ തടസ്സമുണ്ട്. ഈ ജനങ്ങൾ പെട്രോളിന്റെയും പാചകവാതകത്തിന്റെ ഒക്കെ വില കൂടുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവിത ചെലവും ഉയരാണ്, വരുമാനം കൂടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അതാണല്ലോ നമ്മുടെ നേതാക്കളും പറയുന്നതാണല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്നാണ് പറയുന്നത്. ഈ സാഹചര്യം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ മറ്റു കുറച്ച് പേര് കൂടി പെട്രോൾ അടിക്കാൻ എത്തിയിട്ടുണ്ട്. അവരിവിടെ വന്നപ്പോഴാണ് വില കൂടിയത് അറിയുന്നത്. സ്വിഗ്ഗി ഓടിക്കുന്ന ആളുകളടക്കമുണ്ട്. റേറ്റ് കൂടിയേട്ടാ, 3 രൂപ കൂടി. ഇന്നിപ്പോ രാവിലെ കൂടിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അറിയണത് ആൾക്കാർ കൂട്ടം നിൽക്കണം. എപ്പോഴും 100 രൂപ അടിക്കുന്ന ആളാണ്. എപ്പോഴും 100 രൂപ അടിക്കുന്ന ആളാണ്. അപ്പൊ പെട്രോൾ വില വർധന ബാധിക്കോ? ബാധിക്കും. പിന്നെ തീർച്ചയായിട്ടും എല്ലാ സാധാരണക്കാരെയും ബാധിക്കുന്ന കാര്യമാണുള്ളത്. ചേട്ടാ, എല്ലാ സാധാരണക്കാരും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാ ഇതിപ്പോ മുന്നോട്ട് പോകും? മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ളത് കേന്ദ്രം തന്നെ തീരുമാനിക്കണം. കൊച്ചിയിലൊക്കെ ഭക്ഷണത്തിന് വില കൂടി, അതിന് പുറകെ ഇപ്പൊ പെട്രോളിന്റെ വിലയും കൂടി കൂടിയൊക്കെയാണ്. അതെ, അതുകൊണ്ട് മനുഷ്യൻ ഭയങ്കര ദുരിതത്തിലാവും ഇപ്പൊ. കാരണം ജീവിക്കാൻ വഴിയില്ലാണ്ട ഒരു അവസ്ഥ വരും. നമ്മുടെ സ്വിഗ്ഗി ഓടുന്ന ഒരു ചേട്ടനും കൂടി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് കൂടി നമുക്ക് ചോദിക്കാം. ഇപ്പോൾ വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ പെട്രോൾ വില കൂടിയത്. അങ്ങനെ ഇത് കൂടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. സാധാരണ വരുമാനം കുറയൂല്ലേ? ഇപ്പോൾ വരുമാനം കുറയും. പിന്നെ അതിന് ഓട്ടോ ഇപ്പോൾ കുറവാണ്. ഇങ്ങനെ ഡീസൽ ഇങ്ങനെ പെട്രോൾ വില ഇങ്ങനെ കൂടാൻ പാടില്ലായിരുന്നു. അങ്ങനെ കൂടാൻ പാടില്ല. ജിൻസി, രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴാണ് എല്ലാവരും പെട്രോൾ വില കൂടിയത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും പമ്പിലെത്തിയതിനു ശേഷം വില നോക്കുമ്പോൾ മാത്രം 105 രൂപ കണ്ടിരുന്നു, 105 രൂപ 50 രൂപ 50 പൈസ കണ്ടിരുന്നത് 108 രൂപ 74 പൈസ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഡീസൽ വില കൂടിയിട്ടുണ്ട് 3 രൂപ. എന്താ അവസ്ഥ? എന്ത് പറയാനാണ്, നമ്മുടെ ദുരിതം മാറുമെന്നുള്ളൊരു പ്രതീക്ഷ ഇനിയുള്ള ഭരണക്കാർ വരുമ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്നു. എല്ലാത്തിനും വിലയുള്ള, എന്തിനാ വിലയില്ലാത്തത്? കൊച്ചിയിൽ ഇങ്ങനെ ഇനിയിപ്പോ ഡീസലിന്റെ വില കൂടിയിട്ട് ഓട്ടോ ഓടി ജീവിക്കാൻ പറ്റും? ഓട്ടോ ഒക്കെ ആകെ മോശമാണ്, ഒരു രക്ഷയില്ല. വെറുതെ ഓടാന്ന് മാത്രമേ ഉള്ളൂ. ജിൽസി, മറ്റൊരു ടാക്സി ഡ്രൈവറും കൂടി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ചോദിച്ചു നോക്കാം. ഡീസലിന്റെ വില 3 രൂപ കൂടി രാവിലെ വന്നപ്പോഴാണ് പറഞ്ഞത്. അതെ, ഇപ്പോൾ വന്നപ്പോഴായിരുന്നു പറഞ്ഞത്. എങ്ങനെയാണ് ഇപ്പൊ ഒരു ദിവസം അടിച്ചിരുന്ന ഡീസലിന് വലിയ വ്യത്യാസം വരുമല്ലോ. നമ്മൾ 1000 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയും പൈസ വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ അത്ര 10 ലിറ്റർ മുമ്പ് 10 ലിറ്റർ ഇരുന്ന ഇപ്പൊ 10 ലിറ്ററായി കുറഞ്ഞു. കൊച്ചിയിൽ ഭക്ഷണത്തിന് വില ഓൾറെഡി കൂടിയിരിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പൊ പെട്രോൾ വില കൂടി. നിങ്ങൾ ഇവിടെ ഉള്ളവരെങ്ങനെ അതിജീവിക്കുന്നു? ഇതിന് എല്ലാത്തിനും വില കൂടട്ടെ, മനുഷ്യന് മാത്രം വില കൂടുന്നില്ലല്ലോ. വില കൂടട്ടെ, അതിന് മാത്രമല്ലേ കുറവുള്ളൂ. അപ്പോൾ ഈ വിലവർദ്ധനയിലെ പ്രതികരണം ആളുകളൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. എന്നാൽ പോലും അവരുടെ ഒരു നിരാശയുണ്ട്. കാരണം എല്ലാത്തിനും വില കൂടുന്നുണ്ട്, മനുഷ്യന് മാത്രം വില കൂടുന്നില്ലല്ലോ എന്ന് പറയുന്ന ആളുകളെ കൂടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മറ്റ് പല നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനയിലേക്ക് കൂടെ നയിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ എന്നുള്ളത് മാത്രമല്ല സകല മേഖലകളിലും ഒരു വിലക്കയറ്റം കൂടി നമ്മൾ ഇതിനൊപ്പം പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ്.